ജയ ജയ തന്ത്രത്തിലുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള കുറേ ചടങ്ങുകളാണ് നടക്കുന്നത്. അതിന് ആരാധനാ വ്യത്യാസങ്ങൾ, സമ്പ്രദായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരദേശ സമ്പ്രദായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാര സങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും തന്ത്രത്തിൽ എല്ലാം അടിസ്ഥാനപരമായി ഒരു വിളക്ക് വെച്ച് ഒരു പ്രാർത്ഥന നടത്തിയാൽ പോലും അതൊരു തന്ത്രത്തിൻ്റെ ഒരു തലമായിട്ട് തന്നെ നമുക്കതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് അതിനെ കണക്കാക്കേണ്ടത്. ആചാരപരമായിട്ട് കേരളീയ സമ്പ്രദായങ്ങളിൽ നിന്നുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. അർച്ചനാ പദ്ധതികൾക്കാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ പ്രധാനമായിട്ടുള്ള അതിന് പ്രാമുഖ്യത. അപ്പോൾ ആ നിലയിലാണ് അവിടുത്തെ രീതികളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ രീതികൾ എന്ന് പറയുമ്പോൾ ഒരു 11 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സങ്കീർണമായ ചടങ്ങുകൾ കുറേ അധികം ഉണ്ട്. സൃഷ്ടിക്രിയകൾ, ഒരുപാട് ക്രിയകളുണ്ട്. ഇവിടെ ആ നിലയിലല്ല അവിടുത്തെ ചടങ്ങുകളെ ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു പ്രതിഷ്ഠാവേളയിൽ സാധാരണ നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ പ്രതിഷ്ഠാവേളയിൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്ത്രി ദേവനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവായ സുഖായന എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം. ഈ ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടാണ് ഈ ദേവനെ അല്ലയോ ദേവ അങ്ങയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് ഈ ലോകാനുഗ്രഹം എന്നതാണ് ഈ ദേവനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷ്ഠ ഒരു മൂർത്തിയിലേക്ക്, ഒരു വിഗ്രഹത്തിലേക്ക് സാന്നിധ്യം ചെയ്യപ്പെട്ട ദേവനെ സംബന്ധിച്ചിടത്തോളം, ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ ധർമ്മം. ആ ധർമ്മമാണ് എന്ന്, ആ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് തന്ത്രി ദേവനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് ഒരു വലിയ ഒരു സന്ദേശം, വളരെ രസകരമായൊരു സന്ദേശം, അതിൻ്റെ ഒരു സൂക്ഷ്മതലം ചിന്തിച്ചാൽ നല്ല രസകരമായൊരു സന്ദേശം കൂടിയുണ്ട്. ഈ ദേവനോട് ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. ദേവൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഒരു അരൂപിയായിട്ടുള്ള ദേവന്, അരൂപിയായിട്ടുള്ള സർവ്വചരാചരങ്ങളിലും വ്യാപിച്ച് പ്രത്യേകിച്ച് ഒരു രൂപമില്ലാത്ത ദേവനെ ഒരു രൂപത്തിലേക്ക്, ഒരു വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായി ഒരു സ്വഭാവം, ആ വിഗ്രഹത്തിൻ്റേതായ, ആ ദേവൻ്റേതായ, ആ ഒരു ശരീരത്തിൻ്റേതായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകും. ഓരോരുത്തരിലും വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുപോലെ ആ ദേവൻ്റെ ശരീരത്തിനും വ്യത്യസ്തമായൊരു സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകും. അത് ആ ധർമ്മം എന്താണെന്ന് ഈ രൂപമെടുത്ത, ആ വിഗ്രഹ രൂപത്തിലേക്ക് വന്ന ദേവനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചടങ്ങ്. ഇതിനകത്ത് ഏറ്റവും രസകരമായൊരു സംഗതി, ഇദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നത് ധർമ്മം ഇതാണ്. ആരെയൊക്കെ പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഉടമസ്ഥനെ, ഭക്തജനങ്ങളെ, ജനപഥത്തിലുള്ള ഇതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളെ, ഭൂപാലനെ, അതായത് മന്ത്രിയെ, രാജാവിനെ, ദേശത്തിൻ്റെ രാജാവിനെ, ദേശത്തെ മുഴുവൻ സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ആ മന്ത്രത്തിൽ തുടർന്ന് അങ്ങോട്ട് വരുന്ന ഭാഗത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമാണ് എങ്കിൽ ആ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആളുകളിലേക്കാണ് ഇതിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ ലോകാനുഗ്രഹം എന്നാണ് തത്വമെങ്കിലും അതിൻ്റെ സങ്കല്പവും ഒക്കെ ചേരുന്നത് ഒരു കുടുംബക്ഷേത്രത്തിൽ. ആ കുടുംബക്ഷേത്രവും അതിനോടനുബന്ധമായിട്ടുള്ള ആ ദേശത്തിൻ്റെ അതിൻ്റെ ലിമിറ്റഡാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ദേശക്ഷേത്രമാകുമ്പോൾ അതൊന്നുകൂടി വിപുലമാകുന്നു. ഒരു ദേശത്തെ മുഴുവൻ ദേവനായിട്ട് ആ ദേവൻ്റെ സ്വഭാവത്തെ, ആ രക്ഷാകർതൃത്വം, ദേവൻ ഒരു രൂപമെടുക്കുന്നത് രക്ഷാകർതൃത്വത്തിനാണ്, ആ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വീണ്ടും ഒന്നുകൂടി വിപുലമായി കുറച്ചധികം ദേശങ്ങളുടെ ഒരു ഗ്രാമക്ഷേത്രമാകുമ്പോഴേക്കും അതൊരു ഗ്രാമത്തിൻ്റെ രക്ഷാകർതൃത്വമാകുന്നു. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കേരളത്തിലുള്ള വലിയ മഹാക്ഷേത്രങ്ങളെ എടുത്തു നോക്കൂ. അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ രക്ഷാകർതൃത്വം, എവിടെയൊക്കെ ഭക്തരുണ്ടോ അവിടെയൊക്കെ ഈ ദേവൻ്റെ രക്ഷാകർതൃത്വമുണ്ട്. ആ ദേവൻ്റെ അനുഗ്രഹ കലകളും അവിടെയൊക്കെ എത്തും എന്നുള്ളതാണ്. ഇവിടെ ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ മുഴുവൻ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാകുമ്പോൾ അതിൻ്റെ വിശാലമായ പരിധി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പരിധി തന്നെയാണ്. ഈ ലോകാനുഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പം അതൊരു ആ ദേശത്ത് താമസിക്കുന്ന, ആ രാഷ്ട്രത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും സുഖമാണ്. ഭാരതത്തിൻ്റെ മര്യാദാപുരുഷോത്തമനായ രാമൻ ഭാരതത്തിനാകെ ശോഭയായി വിളങ്ങട്ടെ എന്ന് തന്നെയാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ജയനാരായണൻ, ഇതിൻ്റെ ഒരു കൗതുകം, നമ്മൾ അയോധ്യ എന്നത് രാമൻ കളിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ ബാലരാമൻ തന്നെയാണ് അവിടെ ഏറ്റവും ഉചിതമായ പ്രതിഷ്ഠ. പക്ഷേ സീതാസമേതനായ രാമൻ അല്ലെങ്കിൽ ലക്ഷ്മണനും ഹനുമാനും ഒക്കെ അടങ്ങുന്ന രാമപ്രതിഷ്ഠകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ജന്മസ്ഥലം എന്ന കണക്കിൽ തന്നെയാണോ ബാലരാമൻ തന്നെയാണ് അയോധ്യയിൽ വേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവും. കാരണം അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു ജന്മസ്ഥാനം എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്
അവിടെ നമുക്കതിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഓരോ ഭാവത്തിലേക്കും നമ്മൾ ദേശത്ത് പല ദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നിലയ്ക്ക് പൗരാണികമായിട്ടുള്ളൊരു സങ്കല്പത്തിൽ ഒരു ദേശത്തൊരു ക്ഷേത്രം വരിക, ഒരു ക്ഷേത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ ദേശത്തെ ന്യൂനതകൾ, കുറവുകൾ എന്തൊക്കെയെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ദേശത്തൊരു ദേവനെ, ആ ദേവൻ്റെ സ്വഭാവത്തെ, മൂർത്തിയുടെ സ്വഭാവങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ശിവക്ഷേത്രങ്ങളോ ഒരേപോലത്തെ വിഷ്ണു ക്ഷേത്രങ്ങളോ ഒരേപോലത്തെ കൃഷ്ണക്ഷേത്രങ്ങളോ അല്ല പ്രതിഷ്ഠിക്കുന്നത്. ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. നമ്മൾ ഏറ്റവും ഉദാഹരണത്തിൽ കൊല്ലൂരിൽ പോയാൽ മൂകാംബികയാണ്. ആ മൂകാംബികയിലേക്ക് പോകുന്നത് എന്തിനാണ്? നമ്മളൊരു വിദ്യാസ്വരൂപിണിയായിട്ടാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഗുരുവായൂരിൽ പോകുമ്പോൾ അവിടെ ദേവൻ അല്ലെങ്കിൽ കൃഷ്ണനാണ്. ഈ കൃഷ്ണന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. അമ്പലപ്പുഴയിലുള്ള കൃഷ്ണനല്ല ഗുരുവായൂരിലുള്ള കൃഷ്ണനെ കാണാം, ഗുരുവായൂരിലുള്ള കൃഷ്ണനല്ല തൃച്ചംബരത്തെ കൃഷ്ണൻ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നത് ഈ പ്രതിഷ്ഠാവേളയിൽ ആ ദേവൻ്റെ സ്വഭാവങ്ങൾ, ആ ദേശത്തിന് ഏതാകണം ഉചിതമായിട്ടുള്ള അവിടുത്തെ ന്യൂനതകൾ എന്തൊക്കെയാണ്, ആ ദേശത്തേക്ക് ഒരു രക്ഷാപുരുഷനായിട്ട് രക്ഷാകർതൃത്വത്തോടു കൂടി ഒരു ദേവൻ വരുമ്പോൾ ആ ദേശത്തിന് ന്യൂനതകൾ എന്താണ്, ആ ന്യൂനതകളെ, ആ കുറവുകളെ പരിഹരിക്കുന്നതിനാണ് ആ മൂർത്തിയെ അവിടെ നിർണ്ണയിക്കുന്നത്. നിശ്ചയമായിട്ടും ഇത്തരത്തിൽ അയോധ്യ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ബാലസ്വരൂപത്തിൽ, ബാലനാകുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ബാലസ്വരൂപം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ വളരുന്ന പ്രായമാണ്, തുടക്കക്കാരാണ്. നമ്മളൊരു കുട്ടി എന്ന് പറയുന്ന ഒരു പ്രായം ഓരോരുത്തരെയും ചിന്തിച്ച് നോക്കൂ. ഒരാൾ ശരിയാണ്, ഒരു കുട്ടിയാണ് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം, ആനന്ദം പകരുന്നത്.